അപ്പോൾ നമ്മൾ പതുക്കെ സുദാമ ചരിതത്തിലേക്ക് പോവാണ്. സുദാമ ചരിതത്തിലേക്ക് പോകുമ്പോൾ സുശീല കൊടുത്ത് വിട്ട പ്രഥുകവുമായി ആ സാധു ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവാ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വേച്ച കാലുകളോടുകൂടി സുദാമ ബ്രാഹ്മണൻ ദ്വാരകേശന്റെ സന്നിധാനത്തിലേക്ക് പോയി. എങ്ങനെയുള്ള കാലുകള്? വേച്ച കാലുകളുമായി ഏതു സമയവും താഴെ വീഴും ഇല്ലേ? ക്ഷീണിച്ച് വിവശനായിരിക്കുന്ന സുദാമാവ് ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് പോവാ. വേച്ച് വെക്കുന്ന കാലുകൾക്ക് അധിപനായ സുദാമാവിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു വാസുദേവനെയാണ് ആര് കാണിക്കുന്നത്? ഭാഗവതം കാണിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയാ പറഞ്ഞേ? വേച്ച് ഇപ്പൊ വീഴുമെന്ന ധാരണയിൽ നടന്നു വരുന്ന സുദാമാവിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ചെന്താമരക്കണ്ണനെയാണ് ഭാഗവതം അവതരിപ്പിച്ചു വെച്ചത് അല്ലേ? അപ്പോ ഇവിടെ പ്രധാനമായി പറയുന്നത്, നിന്റെ ഭക്തി എങ്ങനെയോ അതുപോലെ ഇരിക്കും ഞാൻ നിന്നെ വരിക. നിനക്ക് എൻ്റെ അടുത്തുള്ള ഭക്തി പരമപ്രേമമാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നിന്നെ ഒരിക്കലും വഴിയിൽ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. പറഞ്ഞ മനസ്സിലായോ? എന്താ പറഞ്ഞേ? നീ പോകുന്ന വഴിയിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. എങ്ങനെ? നിനക്ക് എന്നോടുള്ള പ്രേമം പരമസത്യമാണെങ്കിൽ, എന്നോടുള്ള പ്രേമത്തിൽ നീ കളങ്കം ചേർത്താൽ ഞാനും നിന്റെ അടുത്ത് എന്ത് കാട്ടും? കളവ് കാട്ടും. കാരണം എന്താണെന്നറിയോ? നീ കള്ളത്തരം കാട്ടുമ്പോൾ നീ പഠിച്ചു വെച്ചോണം, ലോകം മുഴുവൻ എന്നെ കള്ളാന്നാ വിളിക്കുന്നത്. സകല കള്ളത്തരവും വെള്ളച്ചിലിന്റെ യൂണിവേഴ്സിറ്റിയാണ് ആര്? ഞാന്. അതുകൊണ്ട് എൻ്റെ അടുത്ത് കള്ളം കാട്ടരുത്. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയൂടാ നിനക്ക്? ഞാൻ മണ്ടനല്ല എന്ന് നീ മനസ്സിലാക്കിക്കോണം. ആരല്ല? മണ്ടനല്ല. അതുകൊണ്ട് മറക്കണ്ട, ശരണം വിളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല കുറ്റങ്ങളും പൊറുക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ അറിഞ്ഞോണം, അറിയാണ്ട് ചെയ്യുന്നതൊക്കെ ആര് പൊറുക്കും? ഭഗവാൻ പൊറുക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്ത് കൂട്ടുന്നതൊന്നും ഭഗവാൻ പൊറുക്കുമെന്ന് കരുതുകയും വേണ്ട. അപ്പൊ ഇവിടെ സുന്ദരമായി പറയുന്നു, വേച്ച് കാലുകൾക്കടുത്തേക്ക് ഓടി വരുന്ന ചെന്താമരക്കണ്ണന്റെ പാദങ്ങൾ. ശേഷം നമ്മൾ കാണുന്ന ആ രംഗം ഉണ്ടല്ലോ, ആ കൃഷ്ണനും സുദാമാവും തമ്മിലുള്ള ബന്ധം. നമ്മളെ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോ സജ്ജനവും ഓർത്ത് നോക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം സംഭാവനകൾ തന്ന സുഹൃത്തുക്കളില്ലേ നമുക്ക്? ഇല്ലേ? അമ്മയോടും അച്ഛനോടും കൂടപ്പിറപ്പുകളോടും ഒന്നും പറയാൻ പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആരോട് പറയാം? സുഹൃത്തിനോട് പറയാം. സൗഹൃദത്തിന്റെ വില ലോകത്തിന് കാണിച്ചു കൊടുത്ത ആളാണ് ആര്? ശ്രീകൃഷ്ണൻ എന്ന് പറയുക. ശ്രീകൃഷ്ണൻ അത്രയാണ് ശ്രീകൃഷ്ണൻ. അവിടെയും കൊണ്ടും തീർന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത ജീവിതം എടുത്തു നോക്ക്, ഏത് തരത്തിലാണെന്നുള്ളത്. നമ്മൾ കണ്ണുനീര് കൊണ്ടിരിക്കുന്ന സമയം കടം വാങ്ങിച്ച് നമുക്ക് പണം തന്നിട്ടുള്ള കൂട്ടുകാരില്ലേ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവനേ ഉള്ളൂ കൂട്ടുകാരൻ. നമുക്ക് എൻ്റെ അനുഭവത്തിൽ പറയാൻ കേട്ടോ, നമ്മുടെ കൂട്ടത്തിലൊക്കെ തന്നെ കുറേ ആളുകൾ എപ്പോഴും ഗുരുനാഥൻ പറയാറുണ്ട്, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ ഇത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേരും പെരുമയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ തണലിൽ ഒത്തിരി ആളുകൾ വരും. അദ്ദേഹം എപ്പോഴും പറഞ്ഞ നീ തനി പൊട്ടനാന്ന് പറയും എൻ്റെ അടുത്ത് പറയണം. എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും തിരിച്ചറിയില്ല, തിരിച്ചറിയാൻ വലിയ പാടാ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭാഗവതം രുചിക്കണം എന്ന് ആഗ്രഹമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടെ നിന്നവർ ഒരു ദിവസം നമ്മളെ തള്ളിപ്പറയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അയ്യോ സഹിക്കാൻ പറ്റില്ലത് ഇല്ലേ? ഇത്ര വേദാന്തം പറഞ്ഞാലും മാംസമുള്ള മനുഷ്യരാ നമ്മള്. ആണോ അല്ലയോ? ഇന്ന് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു കൂടിയിട്ടുള്ള സൗഹൃദങ്ങൾ, അതിൽ ശരിയും അതിൽ തെറ്റും അതിൽ നന്മകൾ ഒക്കെയുള്ളത്.